إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم أياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിന്റെ വീട് അത് എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട് എന്നുള്ളത്. ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യം നമ്മളൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാകുക വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടായിരിക്കും. ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. കിച്ചൺ എങ്ങനെയായിരിക്കണം, ബെഡ്റൂമുകൾ ഏത് രൂപത്തിലായിരിക്കണം, ഹാള് എങ്ങനെയാകണം എന്നിങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായി കൊണ്ട് പ്ലാൻ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിനെ എങ്ങനെ ഇസ്ലാമികമാക്കണം എന്നുള്ളത്. അതിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനം, അത് സമാധാനത്തിന്റെ ഗേഹമാണ് എന്നുള്ളത്. നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങൾ ഉള്ളതാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പറയുകയാണ്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനൻ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ ശാന്തമായി താമസിക്കാനുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് സമാധാനം നൽകണം.
നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകണം. അതാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ. വീട് എന്നത് കേവലം കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു നിർമ്മിതിയല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ വീട് എന്നുള്ളത്. അതുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഇസ്ലാമികപരമാക്കി മാറ്റാൻ പറ്റുമോ ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും വലാ തത്തഖിദുഹാ ഖുബൂറൻ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ചില നമസ്കാരങ്ങൾ നിർവഹിക്കുക, നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളാക്കരുതെന്നാണ്. ചില സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പുരുഷന്മാരായ ആളുകൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് സുന്നത്ത്. ഫർളായ എല്ലാ നമസ്കാരങ്ങളും പുരുഷന്മാരായ ആളുകൾ അവർ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സുന്നത്തായ നമസ്കാരങ്ങളെ പറ്റിയിട്ടോ പറയുന്നു. സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകമായ ഒരു ഭാഗം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരുടെ വീട് എന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്നിട്ടായിരുന്നു. എന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നമസ്കാരങ്ങളെല്ലാം നിർവഹിച്ചത് തന്റെ വീട്ടിലായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, ഫർള് നമസ്കാരത്തിന്റെ സമയമായാൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും കൂട്ടി പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അതാണ് പുതിയ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ നൽകാനുള്ള ഒരു ഉപദേശവും അതുതന്നെയാണ്. നമ്മൾ വീട് വെക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലം അത് പള്ളിയുമായി നമ്മുടെ മക്കൾക്ക് നമുക്ക് നമസ്കരിക്കാൻ ആക്സസ് ഉള്ള അനുയോജ്യമായ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ 5 വക്ത് നമസ്കാരം, നിർബന്ധ നമസ്കാരം പള്ളിയിൽ പോയി നിർവഹിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫർള് നമസ്കാരത്തിന്റെ സമയമായാൽ പുരുഷന്മാരായ ആളുകൾ ജമാഅത്തായിട്ട് എന്ത് ചെയ്യണം? അവർ പള്ളിയിലേക്ക് വരണം. നമ്മുടെ വീട് പള്ളിയുമായി അനുയോജ്യമായ അടുത്തായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ നിർവഹിക്കാനുള്ള സാഹചര്യം ഖബർ പോലെ നമ്മുടെ വീടുകളെ മാറ്റാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതേപോലെ തന്നെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം പതിവാക്കി. പണ്ട് കാലങ്ങളിൽ മഗ്‌രിബിയമായാൽ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത് പതുക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിലൂടെ പഠിപ്പിച്ചത് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്ത്. നമ്മുടെ വീടുകളിൽ ശൈത്താന്റെ ശല്യങ്ങൾ ഉണ്ടാകും. അല്ലദീ തുഖ്റഉ ഫീ സൂറത്തുൽ ബഖറ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം സജീവമായി കൊണ്ട് നടക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളായ ആളുകൾ നമ്മുടെ കുട്ടികളെ, കുറച്ചൊക്കെ പ്രായമായ വിദ്യാർത്ഥിനികളായ അവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, ഇവരെയെല്ലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സംവിധാനം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയണമെന്ന്. ഈ സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ വേറൊരു കാര്യം കൂടി പഠിപ്പിച്ചത്, പരസ്പരം സലാം പറയുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും ഇഷ്ടവും അത് വർദ്ധിക്കുമെന്നാണ്. ചില ആളുകൾ പറയും, ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല,
ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. നമ്മൾക്കിടയിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും ഇഷ്ടവും വർദ്ധിക്കാനുള്ള ഒരു കാരണമായി, ഒരു സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ, ആളുകളുമായി കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പരസ്പരം എന്ത് ചെയ്യണം? സലാം പറയണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അത് വീട്ടുകാർ തമ്മിലുള്ള സ്നേഹം, ഇഷ്ടം വർദ്ധിക്കാൻ കാരണമാകും. ചില വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ചില വീടുകളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഒരുപാട് കുട്ടികൾ ഉണ്ടാകും, മുതിർന്നവരുണ്ടാകും, വലിയ കുടുംബങ്ങൾ, അതേപോലെ തന്നെ ചെറിയ കുടുംബങ്ങൾ, ഏതാകട്ടെ അവിടേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മര്യാദയാണ് ആ വീട്ടുകാരോട് എന്ത് ചെയ്യണം? നമ്മൾ സലാം പറയണമെന്ന്. വീട്ടിൽ ശിർക്ക് അതേപോലെ തന്നെ ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകൾക്കും തൗഹീദ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണം. ശിർക്ക് എന്താണ് എന്നുള്ളത്, അതിന്റെ അപകടം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുന്നവരായിരിക്കണം നമ്മുടെ വീട്ടിലെ ഓരോ ആളുകളും. കാരണം അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്, അതിന്റെ ഒരു ചെറിയ അംശം പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്നുള്ളത്. ശിർക്ക് അതേപോലെ തന്നെ ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ നല്ല മനോഹരമായ ഭവനങ്ങൾ ഉണ്ടാക്കും, നല്ല വീടുകൾ ഉണ്ടാക്കും. എന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം, ആപത്തുണ്ടായാൽ മുസ്ലിങ്ങളായ ആളുകൾ ജ്യോത്സ്യന്മാരെ, ഈ രൂപത്തിലുള്ള തങ്ങന്മാരായ ആളുകളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവരിങ്ങനെ പ്രശ്നം വെച്ചിട്ട് നോക്കും, നമ്മുടെ വീടിന്റെ അടുക്കള ഇന്ന ഭാഗത്ത്, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ ബാത്റൂം ഇന്ന ഭാഗത്ത് ആയതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ആപത്തുണ്ടായത് എന്ന് പറയും. എന്നിട്ട് നല്ല സംഖ്യകൾ മുടക്കി നല്ല വീടിനെ പൊളിച്ച് ഈ ബാത്റൂം അല്ലെങ്കിൽ അടുക്കള മാറ്റി വെക്കുന്ന ആളുകളുണ്ട്, മാറ്റി സ്ഥാപിക്കുന്ന ആളുകളുണ്ട്. ഈ രൂപത്തിലുള്ള ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ, ശിർക്കൻ ആചാരങ്ങൾ ചില വീടുകളിലൊക്കെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ട ഇടവണ്ണ പോലത്തെ പ്രദേശങ്ങളിൽ ഇത് കുറവായിരിക്കും. ആളുകൾ മരണപ്പെട്ടാൽ പുതിയ വീടുകൾ വെക്കുമ്പോഴൊക്കെ വീട്ടിൽ ശിർക്ക്പരമായ മൗലുദുകൾ, മാല മൗലുദുകൾ, ആ രൂപത്തിലുള്ള നാരിയ സ്വലാത്തുകൾ ചൊല്ലുന്ന വീടുകൾ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ വീടുകളിൽ ശിർക്ക്, ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളാകരുത്. അത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അനുവാദം കൊടുക്കരുത്. അത് നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്, ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചിത്രങ്ങൾ, വിഗ്രഹങ്ങൾ, നായന വളർത്തൽ. പലപ്പോൾ എന്താ മുസ്ലിങ്ങളുടെ വീടുകളിൽ നായന വളർത്താത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തുൻ. ചിത്രങ്ങളുള്ള, വിഗ്രഹങ്ങളുള്ള, അതേപോലെ തന്നെ നായയുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലായികത്തുകൾ പ്രവേശിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതേപോലെ തന്നെ വീട്ടുകാരായ, വീടിന്റെ ഉടമസ്ഥരായ ആളുകൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ സമയം ചെലവാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ഒരു ടി വി ഉണ്ടാവും. ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും വലിയൊരു സമയം ചെലവഴിക്കുന്നത് ആ ടി വിയുടെ മുമ്പിലായിരിക്കും. അതിൽ വരുന്ന സീരിയലുകൾ, അതിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിലെ ബഹുഭൂരിഭാഗം
സമയം നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കുടുംബനാഥനായ നമ്മുടെ ഉത്തരവാദിത്വം. TV വേണ്ട എന്നല്ല പറയുന്നത്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ സമയങ്ങൾ ചെലവായി പോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സമയത്തെ, നമ്മുടെ മണിക്കൂറുകളെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ എല്ലാം അള്ളാഹു ചോദ്യം ചെയ്യും എന്ന കൃത്യമായ ബോധ്യം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. മാത്രവുമല്ല, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ നല്ല രൂപത്തിൽ പരസ്പരം സ്നേഹത്തോടെ, ഒരുമയോടെ, ഐക്യത്തോടെ, പ്രശ്നങ്ങളില്ലാതെ, തർക്കങ്ങളില്ലാതെ, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ആ രൂപത്തിലാണ് ഓരോ വീട്ടിലും എന്ത് ചെയ്യേണ്ടത്, കഴിഞ്ഞു പോകേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകന്റെ ഭാര്യയായി കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസം ഉണ്ടാകരുത്. പെൺകുട്ടികളും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വന്നവളാണ്. ആ ഭർത്താവിന്റെ മാതാപിതാക്കൾ, അവിടെ മറ്റുള്ള അംഗങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു പ്രയാസമോ ആ രൂപത്തിലുള്ള ഒരു വാക്കോ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ഈ രൂപത്തിൽ അനൈക്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം തകരും. അതേപോലെ തന്നെ ആ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും. ഒരു ഭാര്യയും ഭർത്താവും എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്, തർക്കിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്, അടിക്കുകയാണ് എങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവിയെ അത് ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് ഒരു സമാധാനം അവരുടെ ആ കുടുംബത്തിൽ, അവരുടെ വീട്ടിൽ അവർക്കുണ്ടാവുകയില്ല. ഭാര്യയും ഭർത്താവും, മാതാപിതാക്കൾ പരസ്പരം ഐക്യത്തോടെ, ഒരുമയോടെ, എല്ലാ കാര്യങ്ങളിലും യോജിപ്പോടെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ വീട് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാ അംഗങ്ങളുടെയും മേലുള്ള ബാധ്യതയാണ്. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും. അവർക്ക് അർഹമായ പരിഗണന നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്തായി കൊണ്ട് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കൂടി പരിഗണിച്ച് അവർക്ക് നല്ലൊരു മുറിയൊക്കെ നൽകി ആ രൂപത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ രൂപത്തിൽ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന ചെറിയ നന്മകൾ പോലും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്ന് നമ്മൾ ഓർക്കുക. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പഠിപ്പിച്ചപ്പോൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ജമാഅത്തായിട്ട് ഇരുന്ന് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ടേബിളുകളും കസേരകളും അതിനു വേണ്ടി ഒരു ഭാഗം തന്നെ നമ്മുടെ വീടിന്റെ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അവിടെ ഒരുമിച്ചിരുന്ന് മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കൾ, അവരുടെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിൽ പോയപ്പോൾ അവർ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ആ കുടുംബനാഥൻ പറയണ്, ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കൊരു സമയമാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ എത്ര തിരക്കാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഞങ്ങൾ എത്തിച്ചേരും. എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഈ വീട്ടിലെ പല കാര്യങ്ങളും, പല തീരുമാനങ്ങളും ഈ ഒരു ഭക്ഷണത്തിന്റെ സമയത്തായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ടുണ്ടാവുക എന്ന്. ആ രൂപത്തിലായിരിക്കും. ഇന്ന് ചില വീടുകളിൽ മക്കളും അതേപോലെ തന്നെ മാതാപിതാക്കളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, പരസ്പര സംസാരം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ ഏട്ടനും അഞ്ചനും തമ്മിൽ ഒരു സംസാരവും ആ രൂപത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ ബിസ്മി ചൊല്ലുക, അതിലൊക്കെ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മാത്രവുമല്ല, നമ്മുടെ വീട്ടിലെ ചെലവുകൾ
അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു വരുമാനം ഉണ്ടാവും. ആ വരുമാനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ചെലവായിരിക്കണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത്. പല ആളുകളും ഒരു ലോൺ എടുത്ത് അതിന്റെ മുകളിൽ പിന്നെ ഒരു ലോൺ എടുത്ത് ആ വീട്ടിലെ പെൺകുട്ടിയുടെ ആഭരണം ബാങ്കിൽ പണയം വെച്ച് ഈ ലോകത്ത് കിട്ടാനുള്ള എല്ലാ EMI-കളും എടുത്ത് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. സാധാരണ ആളുകൾക്കൊക്കെ ഒന്നാം തീയതി 2-ാം തീയതിക്കായാൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുക. കാരണം അവരുടെ സാലറി ക്രെഡിറ്റ് ആകുന്ന സമയമായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് വളരെയധികം സങ്കടമായിരിക്കും. കാരണം ഈ സാലറി ക്രെഡിറ്റ് ആയാൽ അവർക്ക് ഒരുപാട് EMI-കൾ പോകാനുണ്ടാകും, ഒരുപാട് ലോണുകൾ പോകാനുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബനാഥൻ എന്ന നിലക്ക് നമ്മുടെ വരുമാനത്തിന്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ രൂപത്തിലുള്ള ചെലവായിരിക്കണം നമുക്കുണ്ട്. അതിങ്ങനെ കൃത്യമായ ഒരു ബഡ്ജറ്റ് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വരുമാനത്തിന്റെ അപ്പുറമായി ഒരു EMI-യും ഒരു ലോണും ഒരു പലിശ ഇടപാടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സമാധാനത്തിനെ തകർക്കാൻ കാരണമാകും. ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ബർക്കത്തോടെ ഐശ്വര്യമായി ജീവിക്കുന്ന ഒരു രൂപമാണ് വിശുദ്ധ ഖുർആൻ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അതായത് അതിര് കവിയുന്ന ആളുകൾ എല്ലാ മേഖലകളും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യം, അത് നമ്മുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലാണ്. സ്ത്രീകളാണ് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആവശ്യമായത് നമ്മൾ വാങ്ങുക, അനാവശ്യമായത് വെറുതെ പർച്ചേസ് ചെയ്ത് കുടുംബനാഥനെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകൾ ശൈത്താന്റെ പിൻതലമുറക്കാരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹറാമായത് നമ്മുടെ വീടുകളിൽ പ്രവേശിക്കാൻ പാടില്ല. നമ്മുടെ വീട് വെക്കുന്ന കാര്യം, നമ്മുടെ വാഹനം, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം, നമ്മുടെ വീട്ടുകാരുടെ വസ്ത്രം ഹറാമായ മാർഗത്തിലൂടെയുള്ളതാകരുത്. ഈ ഒരു ചിന്തയാണ് എല്ലാ ആളുകൾക്കും വേണ്ടത്. ഹറാമായത് അത് 1 രൂപയാണെങ്കിലും എന്റെ എല്ലാ മേഖലയിലും ഹലാലായ രൂപത്തിലായിരിക്കും ഞാൻ ജീവിക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, നമ്മുടെ വാഹനം ഇത് ഹറാമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ പിന്നെ നമ്മുടെ നമസ്കാരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഹറാമായത് നമ്മുടെ ജീവിതത്തിലേക്ക് കലരുകയാണ് എങ്കിൽ അതിൽ ഒരു നന്മയും ഒരു ബർക്കത്തും അത് അധികകാലം നമുക്ക് ആസ്വദിക്കാൻ കൂടി സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നല്ല രൂപത്തിൽ പരസ്പരം ക്ഷമയോടെ സ്നേഹത്തോടെ നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനി ഈമാനൻ അഹ്സനുഹു ഖുൽഖൻ. നിങ്ങളിൽ ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ അവസാനിപ്പിക്കുന്നത് ഖിയാറുക്കും ലിനിസായിക്കും എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിലെ വീട്ടിലെ സ്ത്രീകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കൊരു ഇടവേള ലഭിച്ചാൽ വീട്ടുകാര്യങ്ങളിൽ വീട്ടിലെ ആളുകളെ സഹായിക്കാറുണ്ട് എന്ന്. നമ്മൾ അതിൽ ഒരു കുറവും വിചാരിക്കേണ്ട, അതിൽ നന്മകളാണ് നമുക്കുണ്ടാവുക. പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടവും വർദ്ധിക്കാൻ നമ്മുടെ കുടുംബനാഥയെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ നമ്മുടെ വീടിനെ ഏതൊക്കെ മേഖലയിൽ ഇസ്ലാമികമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ ആ രൂപത്തിൽ നമ്മുടെ വീടിനെ, നമ്മുടെ ഭവനത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി പറഞ്ഞത് അത് ദാറുസ്സലാം എന്നാണ്, സമാധാനത്തിന്റെ ഗേഹമാണ് എന്നാണ്. ആ രൂപത്തിലുള്ള ഒരു ചെറിയ സ്വർഗമായി നമ്മുടെ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സഹോദരങ്ങളെ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. നായയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കൊക്കെ നായാട്ടിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് എങ്കിൽ, നമുക്കൊരാവശ്യമുണ്ട് എങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ ഒക്കെ നായയെ വളർത്തുന്നതിൽ വിരോധമില്ല എന്നും അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുള്ള അതേപോലെ തന്നെ സങ്കല്പങ്ങളുള്ള ആളുകളാണ്. പല രൂപത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും. നല്ലൊരു വീട് വേണം, അതേപോലെ തന്നെ നല്ലൊരു വാഹനം വേണം, നല്ലൊരു ബിസിനസ് ഉണ്ടാകണം, അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഞാനും നിങ്ങൾ. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും നല്ല സ്വപ്നം എന്തായിരിക്കും? പലപ്പോഴും പല ആളുകളും പറയും ഈ ലോകത്തിന് ഇന്ന് നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോകണം എന്നുള്ളതായിരിക്കും. ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഹജ്ജ് എന്നുള്ളതിന് പ്രസക്തിയേറുന്നത്. പല ആളുകളും ഹജ്ജിനു വേണ്ടിയിട്ട് ഒരുങ്ങാറുണ്ട്. ഹജ്ജ് ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 5 എണ്ണമാണ്. ഒന്ന് ഷഹാദത്ത്, രണ്ടാമത്തെ നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇതിൽ 4 കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്ന ആളുകളാണ് ഞാനെന്ന്. നമ്മൾ ഷഹാദത്ത് കലിമ അംഗീകരിച്ച ആളുകളായിരിക്കും, നിസ്കരിക്കുന്ന ആളുകളായിരിക്കും, സക്കാത്ത് നോമ്പും ഒക്കെ കൊടുക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് പണക്കാർക്ക് മാത്രം ഒരു കാര്യമായിട്ടാണ് പല ആളുകളും കരുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാധനയായി പഠിപ്പിച്ച കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നിർവഹിച്ചാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു പിറന്നു വീണ കുട്ടിയെ പോലെയായി തീരുമെന്നാണ്. അഥവാ ഒരു പിറന്നു വീണ കുട്ടിക്ക് ഒരു പാപവുമില്ലാത്ത രൂപത്തിൽ അവനായി തീരുമെന്നാണ്. അതാണ് ഹജ്ജിന്റെ പ്രതിഫലം. കഴിയുന്ന ആളുകൾ, ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായും അവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ലഭിച്ച ആളുകളുണ്ടാവും. ഇപ്പോഴും ഹജ്ജ് ചെയ്യണം എന്ന സ്വപ്നമായി അത് എങ്ങനെയെങ്കിലും സങ്കല്പം, ആ ഒരു സ്വപ്നം എങ്ങനെയെങ്കിലും നിറവേറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഈ ഹജ്ജ് എന്നുള്ളത് അവരുടെ മനസ്സിലേ ഉണ്ടാവില്ല. ഹജ്ജ് എന്നുള്ളത് അവരുടെ മനസ്സിലേ ഇല്ലാത്ത ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. മക്കയിലെത്തി ഹജ്ജ് അതേപോലെ തന്നെ ഉംറ ഒക്കെ നിർവഹിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് എന്നാണ്. പല ആളുകളും ചോദിക്കും എനിക്കൊക്കെ ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോ ചർച്ച ചെയ്തത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കൊരു വീട് വെക്കാൻ സാധിക്കുന്നുണ്ട്, നല്ലൊരു വാഹനം വാങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നല്ലൊരു ബിസിനസ്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സംഖ്യകളുടെ ബിസിനസ് തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നു. എന്തുകൊണ്ട് നമുക്കൊരു ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല? ഇന്നും ചില ആളുകൾ ഒരു വർഷത്തിലെ അവർക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ, ഓരോ മാസം കിട്ടുന്ന സംഖ്യകളൊക്കെ ഹജ്ജിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകൾ, നല്ലൊരു ഉംറ ചെയ്യാനും വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹജ്ജ് എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായി മാറണം എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ഒരു വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ഒരു സമയം ആയിട്ടുണ്ട്. അതിന്റെ ടൈം അവസാനിക്കുന്നത് ജൂലൈ 20-നാണ്. സാധിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ നിർബന്ധമായും അതിനെ ഇനി മാറ്റിവെക്കാതെ പരമാവധി അതിന്റെ അപേക്ഷകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യം, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നമ്മുടെ ഒരു സ്വപ്നമാണ് ഹജ്ജ് എന്നുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇബാദത്തുകളെ, നമസ്കാരങ്ങളെ, ഹജ്ജിനെ, സകാത്തിനെ, നോമ്പിനെ, എല്ലാ അമലുകളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, സമ്പത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا